തലശ്ശേരി താലൂക്ക് ഓഫീസ് ജീവനക്കാരൻ അഷ്റഫ് നിസാർ എഴുതിയ ശാസ്ത്ര സാഹിത്യ നോവൽ റലാഷെ വായനക്കാരിലേക്ക്. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി റലാഷയുടെ പ്രകാശനം നിർവഹിച്ചു. തഹസിൽദാർ എം വിജേഷ് അധ്യക്ഷനായി. മറ്റുള്ളവർ പറഞ്ഞ പോലെ അഷ്റഫ് ഇതിനു മുമ്പേ ബാലസാഹിത്യത്തിലെ ചിന്തകൾ സൃഷ്ടിച്ചത് കൂടുതലായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. പക്ഷെ എങ്ങനെയായിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ എഴുതാൻ, അതാണ് ഒരു പുതിയ റൈറ്ററിൻ്റെ എങ്ങനെയാണ് അഭിപ്രായങ്ങൾ, അത് നമുക്ക് മനസ്സിലാക്കപ്പെടുന്നത്. ഇന്നത്തെ ആരെങ്കിലും എങ്ങനെയായിട്ടുള്ള ഒരു നോർമൽ സാഹിത്യം എഴുതാൻ എങ്ങനെ ചെയ്യുന്നില്ല. കുട്ടികൾക്ക് വേണ്ടി ഇമാജിനേഷൻ ആണ് ആവശ്യം. ആ ഇമാജിനേഷനാണ് ഇതുപോലൊരു സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങൾ പഠിച്ചിട്ടാണ്. എനിക്ക് ഇപ്പോഴും അറിയാം, ഞാൻ കുട്ടിയായ സമയത്ത് സ്കൂളിൽ കൂടുതലായിട്ട് എങ്ങനെ കോമിക് ബുക്സ്, സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. അതിനുശേഷം എനിക്ക് എങ്ങനെയായിട്ട് പുതിയതായിട്ടുള്ള ഐഡിയാസ് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ പുതിയതായിട്ട് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും, അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ കുട്ടിയുടെ ഇമാജിനേഷൻ അത് ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങൾ വളരെ ആവശ്യമാണ്. പിന്നെ രണ്ടാമതാണ് നമ്മുടെ ഇതിലെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയായിട്ടുള്ള ടാലന്റഡ് ആളുകളാണ്. ശാസ്ത്രലോകത്തോട് കൂടുതൽ അടുപ്പം പുലർത്തുന്നതിനും ലളിതമായ ആഖ്യാന ശൈലിയിൽ വായനക്കാർക്ക് എളുപ്പത്തിൽ ഹൃദയസ്ഥമാക്കാൻ സാധിക്കുന്നതുമായ പുതിയ കൃതി വായനക്കാർക്ക് സമ്മാനിച്ചിരിക്കുകയാണ് തലശ്ശേരി താലൂക്ക് ഓഫീസ് ജീവനക്കാരനും തിക്കോടി സ്വദേശിയുമായ അഷ്റഫ് നിസാർ. റലാഷെ എന്ന ശാസ്ത്ര നോവലിലൂടെ പുസ്തകത്തിന്റെ പ്രകാശനം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം CP ഹരീന്ദ്രന് നൽകി നിർവഹിച്ചു. ഭൂരേഖ വിഭാഗം തഹസിൽദാർ V പ്രശാന്ത് കുമാർ, ഹെഡ്ക്വാർട്ടേഴ്സ് തഹസിൽദാർ V ബിനീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നേരത്തെ അഷ്റഫ് നിസാർ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ മിറാക്കിൾ വെർണോഗ എന്ന നോവലും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.